ഓ ഏച്ചി കഴിക്കാത്ത എന്താണ് പൊന്നർക്ക് ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഉണ്ടല്ല അതേ മമ്മി ഉണ്ട് ശരിയല്ല, മമ്മി ഉണ്ട് ഇത്രയും നക്കണ്ടേ. ഓ ഓ ഓ ഇറച്ചി എന്താണ്? മുട്ട മാത്രമേ കഴിക്കണുള്ളൂ അച്ഛരെ. ഇന്ന് ഇറച്ചി എന്താണ് പൊന്ന? എന്താണ് പൊന്ന? ശരി ശരി അവിടെ ഇരിക്കെ, മമ്മി ഉണ്ടല്ലോ. പോണില്ലല്ലോ മാമ. ആ ശരി. മടി 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 മടി. ഓ ഏച്ചി കഴിക്കാത്ത എന്താണ് പൊന്നെ? അമ്മ ഇല്ലാത്തതുകൊണ്ട് ഏച്ചി കഴിക്കാത്ത എന്താണ്? ഇറച്ചി കഴിക്കാത്ത എന്താണ് മമ്മി ഇല്ലാത്തതുകൊണ്ട്? ഓ ഓ എൻ്റെ ഒരു സ്നേഹം. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പോയപ്പോൾ മോൻ ഇറച്ചി കഴിച്ചില്ലായിരുന്ന? മുട്ട മാത്രമേ കഴിക്കുള്ളായിരുന്ന? മുട്ടയും ബിസ്ക്കറ്റും. അതെന്നാ അങ്ങനെ കഴിക്കുന്നത്? ഇവിടെ ഇരുന്നേ, അവിടെ ഇരുന്നേ ചോദിക്കട്ടെ മാമ. അമ്മ ചോദിക്കട്ടെ. എൻ്റെ മോൻ എന്താ കഴിക്കുമായിരുന്നു? ഇന്ന് ഫോണൊന്ന് ചരിഞ്ഞു പോയി. എൻ്റെ മോൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നോ? അച്ഛ പറഞ്ഞ് മോന് ബിസ്ക്കറ്റും മുട്ടയും മാത്രമേ കഴിക്കുള്ളൂ എന്ന്. ഇന്ന് മമ്മി ചിക്കൻ വെച്ച് തരാം കേട്ടാ. ചിക്കൻ വെച്ചിട്ട് ഡാഡി പറയണ കളയുന്നു. ഇവനെ ഞാനില്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സ് ചിക്കനും വച്ചു കൊടുത്തിട്ട് ചിക്കൻ കഴിക്കുന്നതിൽ ഇവന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചിക്കനും ചോറും വെച്ചിട്ട് വേറും മുട്ടയും ഡെയിലി 5 മുട്ടയും കുറച്ച് ബിസ്ക്കറ്റും കഴിക്കുമായിരുന്നു കേട്ടോ. പാവം. അതെന്താ പൊന്നെ അങ്ങനെ? മോനെന്താ കഴിക്കാത്ത? മെഡിസിനൊക്കെ മേടിക്കും ടിബാക്റ്റും ഒക്കെ. പൊന്നെന്താ കഴിക്കാത്ത? ഇപ്പോൾ എൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ ഞാൻ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. 2 ദിവസം എനിക്ക് കിടക്കേണ്ടി വന്നു ഹോസ്പിറ്റലിൽ. ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. ചെറുതായിരുന്നു, ഒരു ചെറിയ ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ ആ സ്നേഹമൊക്കെയാണ് അവൻ കണ്ടത് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനില്ലാത്തതുകൊണ്ട് ചിക്കനൊന്നും വെച്ചിട്ട് ചിക്കൻ വേവിക്കും കളയും ഇന്ന് തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് ചിക്കൻ അവനൊരു പാകമുണ്ട്. ആ പാകത്തിൽ വേവിച്ച് ചോറായിട്ടൊക്കെ കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കൂല കേട്ടോ. അപ്പോൾ അവൻ്റെ ഡാഡിയും മോളും എല്ലാവരും കൊടുത്തിട്ട് ഈ ബിസ്ക്കറ്റും കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഞാൻ വന്നിട്ടാണ് കഴിപ്പിച്ചത് കേട്ടോ. അപ്പോൾ കഴിച്ചു. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പെഡിഗ്രി ഞാൻ കാണിച്ചു തന്നായിരുന്നു ഒരു ദിവസം വീഡിയോയിൽ. അതൊക്കെ ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ കൊടുത്തപ്പോഴാണ് കഴിച്ചത് കേട്ടോ. വെറും 5 മുട്ട കഴിക്കും ഡെയിലി. കുറച്ച് ബിസ്ക്കറ്റും കഴിക്കുമായിരുന്നു. വേറെ ഒന്നും കഴിക്കില്ലായിരുന്നു. എന്ത് പൊന്നോ, മമ്മി ഉവാച്ചിയായിട്ടല്ലേ പോയത്? മമ്മി ഉവാച്ചി ആയതുകൊണ്ടല്ലേ പോയത് പൊന്നാ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മൊബൈലൊന്ന് മറിഞ്ഞു പോയി. ഇതിനിടയ്ക്ക് എൻ്റെ കൈയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കേട്ടോ. വന്നപ്പോഴുള്ള വീഡിയോ ആണ്. 2 ദിവസം കിടന്നുള്ളൂ കേട്ടോ. ഇവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ ഒരു ചെറിയ ഓപ്പറേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരു 15 ദിവസത്തെ റെസ്റ്റ് മതി. നടക്കുകയൊക്കെ ചെയ്യാം, നമുക്ക് പാചകമൊക്കെ ചെയ്യാം. ഭാരമുള്ളതൊന്നും എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 15 ദിവസം കഴിഞ്ഞ് ഡോക്ടറിനെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ആയിരുന്നു ഒരു നടുവേദനയൊക്കെ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അതെനിക്ക് ഇപ്പോൾ വീഡിയോയിൽ എനിക്ക് തുറന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സുഖമാണോ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവരും എന്നെ പിന്നെയും ഓർത്ത് എന്നെ എൻ്റെ മകനെ ഓർത്തിരുന്നതിൽ എൻ്റെ ചങ്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി നന്ദിയുണ്ട്. ഒരുപാട് നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ.
ഞാൻ വിചാരിച്ചു 2 ദിവസം, ഞാൻ വിചാരിച്ചു ഒരു ദിവസം കഴിഞ്ഞ് ഡോക്ടർ എന്നെ വിടുമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ വിട്ടില്ല, ഒരു ദിവസം കൂടെ വേണമെന്ന് പറഞ്ഞു. ട്രിപ്പ് കയറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഒന്നാമത്തെ ഞാൻ നല്ലവണ്ണം ഭക്ഷണം കഴിക്കത്തില്ല, വീട്ടിലായിരുന്നാലും ഭക്ഷണം ശരിക്കും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് ഇടണമായിരുന്നു. അതിന് കാരണം കൊണ്ട് അവിടെ കിടക്കേണ്ടി വന്നു. അപ്പോൾ ട്രിപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് അവിടെ മൊബൈലും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ 2 ദിവസം ഞാൻ ഇടാത്തത് കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് വന്നു. ഇപ്പോൾ ഇന്നലെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്, ഷോർട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ ഇനി ഡെയിലി എൻ്റെ വീഡിയോ പ്രതീക്ഷിക്കുക. എല്ലാവരും എന്നെ ഇത് മറന്നിട്ടില്ല, എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് എന്ന് മറന്നിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നെ എൻ്റെ മോനെ ഓർത്തല്ലോ. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ചങ്ക് നിറഞ്ഞ സ്നേഹം അന്നും ഇന്നും എപ്പോഴും എനിക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഞാൻ ഇനിയും കുക്കിംഗ് വീഡിയോയും എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാം. 10-15 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ വീഡിയോ നല്ല ഡെവലപ്മെൻ്റ് ആക്കിയും ലൈവിലൊക്കെ വരാം കേട്ടോ. ലൈവിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം. 15 ദിവസം കഴിയട്ടെ എൻ്റെ റെസ്റ്റാണെങ്കിലും ഓടി വന്ന് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അല്ല പിന്നെ ഒന്ന് ഭാരമുള്ള സാധനം, വെയിറ്റ് തൂങ്ങിയ സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. വെയിറ്റ് നമുക്ക് എടുക്കാൻ പാടില്ല എന്നാണ്. ഒന്ന് താഴെ മോളും കയറാൻ എപ്പോഴെപ്പോഴും കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ മോനെയും മറക്കാത്ത എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും 1000 എല്ലാവർക്കും നന്ദിയുണ്ട്. ഇല്ലേ മോനെ? അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.